ശ്രീ പി കെ ഗോപൻ, ഇത് ഒരു രാഷ്ട്രീയ ലാഭത്തോടു കൂടിയല്ല, ഇത് വിശ്വാസികളുടെ ഒരു സംഗമമാണ് CPM ഉദ്ദേശിക്കുന്നത് എന്നാണല്ലോ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി, ആ ഘട്ടത്തിലും അതിനു മുൻപും CPM നേരിട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആക്ഷേപം ന്യൂനപക്ഷ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു. അത് മാറി ഇപ്പോൾ ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇപ്പോൾ CPM കാണിക്കുന്ന അയ്യപ്പ ഭക്തരോടുള്ള ഈ സ്നേഹം. അതിൻ്റെ ഭാഗമാണ് ആഗോള അയ്യപ്പ സംഗമം എന്നതാണ് ആ വിമർശനം. അതിന് കാരണമായി നിൽക്കുന്നത് ഇപ്പോൾ CPM സർക്കാർ കൊടുത്തൊരു സത്യവാങ്മൂലമുണ്ട്, കോടതിയിൽ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ഈ കാര്യങ്ങളിൽ ഒന്നും തിരുത്തൽ വരുത്താതെ, വിശ്വാസികളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താതെ ഇങ്ങനെയൊരു ആഗോള അയ്യപ്പ സംഗമം ലക്ഷ്യം വയ്ക്കുന്നത് രാഷ്ട്രീയ ലാഭമാണ് എന്ന വിമർശനമാണ് നിങ്ങൾക്കെതിരെ ഉള്ളത്. എന്താണ് CPMന് ഇതിനുള്ള മറുപടി? ശ്രീ ഗോപികൃഷ്ണൻ, അതിലെ ഒന്നാമത്തെ കാര്യം, ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് CPIM അല്ല, ഇത് ദേവസ്വം ബോർഡാണ് സംഘടിപ്പിക്കുന്നത്. അവരൊരു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആലോചനയുടെ ഭാഗമാണ്. അയ്യപ്പ സംഗമം മാത്രമല്ല, എന്തെല്ലാം ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ആരുടെയെല്ലാം സഹായം തേടാമോ, നമ്മുടെ സാർവദേശീയ രംഗത്ത് അറിയപ്പെടുന്ന പ്രതിഭകൾ, സാമ്പത്തിക വിദഗ്ധർ, കലാകാരർ, സിനിമാ കോൺക്ലേവ് നടത്തിയതിലൂടെ നമ്മളെടുത്ത സമീപനം, പഠന കോൺഗ്രസ്സിലൂടെ നമ്മളെടുക്കുന്ന സമീപനം, അങ്ങനെ വ്യത്യസ്തമായി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റ് സ്റ്റേറ്റുകളിൽ സ്വീകരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വേണം ആഗോള അയ്യപ്പ സംഗമത്തെ കാണാൻ. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയത്തിൽ ലോകത്തെങ്ങുമുള്ള മലയാളികളിൽ വിശ്വാസികളും ദക്ഷിണേന്ത്യയിൽ ദ്രാവിഡ സംസ്കാരം കൈകാര്യം ചെയ്യുന്നവരിൽ മഹാഭൂരിപക്ഷവും ആരാധിക്കുന്ന ഒരു സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും വന്നു പോകുമ്പോൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ആ ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം ആലോചിച്ചാൽ പോരാ, അതിനൊരു ദേശീയ മാനമോ വേണ്ടി വന്നാൽ ഒരു സാർവദേശീയ മാനമോ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷയത്തിൽ ബന്ധപ്പെട്ടവരെ വിളിച്ചുകൂട്ടി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളത് ആധുനിക ജനാധിപത്യ കാലത്തെ ഒരു സവിശേഷമായ മാർഗമാണ്. രണ്ടാമത്തെ പ്രശ്നം, ആദ്യം താങ്കൾ പറഞ്ഞൊരു ഭാഗത്ത് ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് നമുക്ക് ഈ രണ്ടാം ഭാഗത്തേക്ക് പോകാം. ഞാൻ പറഞ്ഞില്ല ഇത് CPM ആണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ഞാൻ പറഞ്ഞത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്ന് പറഞ്ഞതാണ്. CPM വിശ്വാസികൾക്കൊപ്പമാണ്, വിശ്വാസത്തിനായ ഒരു നിലപാടും ഇന്നലെകളിൽ എടുത്തിട്ടില്ല, ഇന്നും നാളെയും എടുക്കുകയുമില്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷവും വിശ്വാസികളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന വിമർശനമായി ഞാൻ പറഞ്ഞത്, അങ്ങനെ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ സാഹചര്യത്തിൽ ശബരിമല വിഷയത്തിൽ നിങ്ങൾ കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തിലും അന്ന് 2018 സമരരംഗത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രതിഷേധിച്ച വിശ്വാസികളോട് കേസെടുത്ത് നിയമ നടപടികളിലേക്ക് കടന്ന ആ സമീപനത്തിലും മാറ്റം വരുത്താൻ തയ്യാറാകുമോ എന്ന്. കാരണം ഇന്നലെകൾ സമീപനം സ്വീകരിച്ചിട്ടില്ല, ഇന്നും സമീപനം സ്വീകരിച്ചിട്ടില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ യുവതീ പ്രവേശന വിഷയത്തിൽ എന്താണ് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നിലപാട് എന്നറിയാൻ വേണ്ടിയാണ് ശ്രീ പി കെ ഗോപൻ ഞാൻ അങ്ങനെ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ചോദ്യത്തിലേക്ക് നേരിട്ട് തന്നെ ഞാൻ കടക്കാം. CPIMൻ്റെ നിലപാട് ശ്രീ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞ നിലപാട് എത്രയോ വർഷമായി CPIM എടുക്കുന്ന നിലപാടാണ്. വിശ്വാസികളെ മറുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ലോകത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? CPIMനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തെയും മതവിശ്വാസത്തെ സംബന്ധിച്ച് വ്യക്തമായി സൈദ്ധാന്തിക അടിത്തറയിൽ നിന്നുകൊണ്ട് അത് വിശകലനം ചെയ്തിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ്. മഹാഭൂരിപക്ഷം ജനങ്ങളും വിശ്വാസത്തിൻ്റെ പാതയിലാണ്, മതവിശ്വാസികളാണ്. ആ മതവിശ്വാസികളാകാനുള്ള കാരണമെന്തെന്ന് ലോകത്തെ ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് അഭിപ്രായം പറഞ്ഞ ആളാണ് കാൾ മാർക്സ്. അതുകൊണ്ട് വിശ്വാസികളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സമീപനമല്ല എടുക്കേണ്ടത്. ഇനി ശബരിമല വിഷയത്തിലേക്ക് വന്നാൽ, ശ്രീ ഗോപികൃഷ്ണൻ, ഇന്ത്യയിലെ ഏതെങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയ പട്ടികപ്പെട്ട ആരെങ്കിലും ഒരാൾ സുപ്രീം കോടതിയിലോ ഏതെങ്കിലും കോടതിയിലോ പോയോ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട്? അത് ആവശ്യപ്പെടേണ്ടത് വിശ്വാസികളായ സ്ത്രീ സമൂഹമാണ്, അല്ലെങ്കിൽ വിശ്വാസികളായ പൊതുസമൂഹമാണ്. അവരുടെ ഭാഗമായി സുപ്രീം കോടതി പോവുകയും സുപ്രീം കോടതി അത് അനുവദിക്കുകയും ചെയ്തു.
അതായത് ശബരിമലയിൽ 2006-2011 നിയമപരമായ VS അച്യുതാനന്ദൻ നയിച്ച ഇടതുമുന്നണി സർക്കാർ സുപ്രീം കോടതിയിൽ അതുവരെ UDF സർക്കാർ എടുത്ത സമീപനത്തിൽ മാറ്റം വരുത്തുകയും അവിടെ സത്യവാങ്മൂലം നൽകുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്ക് പ്രായഭേദമന്യേ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിൽ വിരോധമില്ല എന്ന നിലപാട് നിങ്ങൾ തിരുത്തി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടി വെളിച്ചത്തിനും പശ്ചാത്തലത്തിനുമാണ് യുവതീ പ്രവേശനം എന്നത് ഒരു വിധിയായി സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നത്. സർ, അല്ല, ഇത് അങ്ങ് തന്നെ പറഞ്ഞതിനകത്ത് വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. സുപ്രീം കോടതി ഒരഭിപ്രായം ചോദിച്ചാൽ ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശമുണ്ട് എന്ന നിലപാടാണ് ഞങ്ങളുടേത്. എന്നാൽ ശബരിമല പ്രശ്നത്തിൽ മഹാഭൂരിപക്ഷം വിശ്വാസികൾ അവിടെ സ്ത്രീകൾ പ്രവേശിക്കേണ്ടതില്ല എന്നാണ് അഭിപ്രായമെങ്കിൽ സർക്കാരിന് വ്യത്യസ്ത അഭിപ്രായം വരില്ല. അല്ല, ഒരു മിനിറ്റ് ശ്രീ പി കെ ഗോപൻ, അവിടെ ഒരു പ്രശ്നമുണ്ട്. അതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന UDF സർക്കാർ, അല്ല ശ്രീ പി കെ ഗോപൻ, എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. അതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന UDF സർക്കാരിന്റെ സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിലെ പൊസിഷൻ എന്തായിരുന്നു? അതിനുശേഷം വന്ന VS ഗവൺമെന്റിൽ ഈ പൊസിഷനിൽ വരുത്തിയ മാറ്റം എന്തായിരുന്നു? അത് താങ്കൾ വിശദീകരിച്ചാൽ വ്യക്തമായി മറുപടി. യെസ്, അല്ല, അത് വളരെ കൃത്യമായി ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഞാൻ പറയാം. ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഞാൻ ആവർത്തിക്കുന്നു. ഇടതുപക്ഷം സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് VSന്റെ സർക്കാർ സുപ്രീം കോടതിയിൽ പോയിട്ടില്ല. സുപ്രീം കോടതി അഭിപ്രായം ചോദിച്ചപ്പോൾ ഞങ്ങളുടെ പൊതു നിലപാടാണ് പറഞ്ഞത്. എവിടെയൊക്കെ ലോകത്ത് പുരുഷന്മാർക്ക് സാന്നിധ്യം, അതായത് പ്രായഭേദമന്യേ സ്ത്രീകളുടെ ശബരിമല പ്രവേശനത്തിൽ ഞങ്ങൾക്ക് വിരോധമോ എതിർപ്പോ ഇല്ല എന്നായിരുന്നല്ലോ സർക്കാരിന്റെ നിലപാട്. അതായിരുന്നില്ലല്ലോ അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന UDF സർക്കാരിന്റെ നിലപാട്. അല്ല, അതിനൊരു അല്ലായിരിക്കാം. അതിനൊരു അനുബന്ധം കൂടി ഉണ്ട്. അതിൻ്റെ അനുബന്ധം എന്താ? അതും കൂടെ പറഞ്ഞാലേ അത് ക്ലിയർ ആകും. സുപ്രീം കോടതി വേർഡിക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെയും പ്രമുഖമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ വിധിയെ സ്വാഗതം ചെയ്യുകയാണ് സാർ ചെയ്തത്. അല്ലല്ല ശ്രീ പി കെ ഗോപൻ, അതെനിക്കും ഓർമ്മയുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് വരാം. അതെനിക്കും ഓർമ്മയുണ്ട്. കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു തുടക്കത്തിൽ, പിന്നെ മാറ്റുന്നു, BJP സ്വാഗതം ചെയ്യുന്നു, മാറ്റുന്നു, അതെല്ലാം എനിക്കും ഓർമ്മയുണ്ട്. അതെല്ലാം നമുക്ക് ഈ ചർച്ചയിലേക്ക് വരാം. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പറഞ്ഞപ്പോൾ 2018 യുവതീ പ്രവേശനം അനുവദിച്ച കോടതി വിധി നടപ്പാക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായി പ്രതിഷേധ രംഗത്തിറങ്ങിയ വിശ്വാസികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്ത സർക്കാർ നിലപാട് ഏത് വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നതിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ് ശ്രീ പി കെ ഗോപൻ. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, താങ്കൾ പറഞ്ഞു വിശ്വാസികൾക്കൊപ്പമല്ലേ ഞങ്ങൾ എന്നും നിന്നിട്ടുള്ളൂ എന്ന്. അവിടെയാണ് ഞാൻ ചോദിച്ചത്, സുപ്രീം കോടതി വിധിയിലേക്ക് നയിച്ച നിങ്ങൾ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് പ്രായഭേദമന്യേ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് എതിർപ്പോ വിയോജിപ്പോ ഇല്ല എന്നാണ്. അത് പറഞ്ഞത് 2006 VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ്. അതിന് തൊട്ടുമുൻപുണ്ടായിരുന്ന UDF സർക്കാരിൻ്റെ കാലത്തെ ഇതേ വിഷയത്തിലെ സമീപനം ഇതായിരുന്നില്ല. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. വസ്തുതാപരമായ തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. അത് വസ്തുതാപരമായി തെറ്റില്ല. പക്ഷേ അതിന് മറുപടി കേൾക്കാൻ അങ്ങ് ക്ഷമ കാണിക്കണം. ഈ ക്ഷമയുണ്ട്, പറയൂ. അതിൽ ഒന്നാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ആ കോടതി വിധിക്ക് എതിരായിട്ട് നിൽക്കണമെന്നാണോ ഈ വർത്തമാനം പറയുന്നവർ ആവശ്യപ്പെടുന്നത്? അപ്പം നിലപാട് മാറ്റിയതാരാ? ഞങ്ങൾ കോടതി വിധിയെ സ്വാഗതം ചെയ്തു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോടതി വിധിയെ സ്വാഗതം ചെയ്തു. പ്രത്യേകിച്ച് RSSും BJPയും സ്വാഗതം ചെയ്തു. പക്ഷേ പന്തളത്ത് നടന്ന നാമജപഘോഷയാത്രയുടെ വെളിച്ചത്തിലാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മറ്റു പാർട്ടികൾ നിലപാട് മാറ്റിയത്. ആ സമയത്ത് ഞങ്ങൾ നിലപാട് മാറ്റിയില്ല എന്നുള്ളൊരു അപരാധമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ആ വിഷയം കഴിഞ്ഞു. പതിറ്റാണ്ടൊന്ന് കഴിഞ്ഞു. 2016 നിലപാട് മാറി, 2018 ഇഷ്യൂ ഉണ്ടായി. ഇപ്പോൾ കേരള സമാധാനപരമാണ്. അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കേണ്ടെന്നുള്ളതാണ് വിശ്വാസികളുടെ മഹാഭൂരിപക്ഷ അഭിപ്രായമെങ്കിൽ CPMന് തർക്കമില്ല. CPM അവിടെ വിശ്വാസികളെയും അവിശ്വാസികളെയും കയറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നുമില്ല. ഞങ്ങളെടുക്കുന്ന നിലപാടതല്ല. ഭരണഘടനാപരമായൊരു ഉത്തരവാദിത്വമുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് കൂടെ ക്ലിയർ ചെയ്യണം. ഈ ന്യൂനപക്ഷ പ്രീണനം എന്നിവിടെ വാദിച്ചു. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഒട്ടും പോകുന്നില്ല. ഒറ്റ വാചകമേ ഉള്ളൂ. ഗാസയിലെ കുട്ടികളെ ഇസ്രായേൽ ഞെരിച്ചു കൊല്ലുമ്പോൾ, ബോംബിട്ട് കൊല്ലുമ്പോൾ, പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ ഞങ്ങൾ അതിന് അനുകൂലമായി സമീപനം എടുക്കാതിരുന്നാൽ, അഥവാ ഗാസയ്ക്ക് വേണ്ടി നിലപാട് എടുത്താൽ ഞങ്ങൾ മുസ്ലിം പ്രീണനം ആണെന്നാണോ ഇവരെല്ലാം പറയുന്നത്? പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലപാടെടുക്കുന്നത്. രാജ്യത്തുയർന്നു വരുന്ന, ലോകത്തുയർന്നു വരുന്ന ഓരോ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിലപാടെടുക്കുകയാണ്.
ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അത് പ്രീണനമല്ല. ഇപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ശരി. ആഗോള അയ്യപ്പ സംഗമം വരാനുള്ള കാരണം എന്താ? 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഒരു നിലപാടെടുത്തപ്പോൾ അതിനെ പിന്തുണയ്ക്കേണ്ടതും അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതും ദേവസ്വം ബോർഡിൻ്റെ മേൽ അധികാരമുള്ള സംസ്ഥാന ഗവൺമെൻറ് അഥവാ കുറച്ചുകൂടി ഭരണഘടനാപരമായി ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ചുമതലയായിട്ടാണ് ഞങ്ങൾ അല്ല അവിടെ ഒരു ഹർജി ഇപ്പോൾ കോടതിയിലേക്ക് വന്നിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അത് ഈ തിങ്കളാഴ്ച പരിഗണിക്കാൻ പോവുകയും 2 ദിവസത്തിനകം പരിഗണിക്കാൻ പോവുകയുമാണ്. അതിൽ പറഞ്ഞത് ദേവസ്വം ബോർഡ് ഈ മതേതര സർക്കാർ എങ്ങനെയാണ് മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത്, ദേവസ്വം ബോർഡിന് എങ്ങനെയാണ് ഇത് നടത്താൻ കഴിയുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ആ ഹർജിയിൽ ചോദിച്ചിട്ടുള്ളത്. അത് കോടതിയിൽ വരട്ടെ. പിന്നെ ഒരൊറ്റ കാര്യം, ശ്രീ പി കെ ഗോപൻ, താങ്കൾ പറഞ്ഞു വിശ്വാസികൾക്ക് ഇതല്ല താല്പര്യമെങ്കിൽ അതിനോടൊപ്പം സർക്കാർ നിൽക്കുമെന്നും. വളരെ പെട്ടെന്ന് താങ്കൾ ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിലപാട് വ്യക്തമാക്കി. അതുകൊണ്ടാണ് ഞാൻ 2018 CPM-ന്റെ നിലപാടും 2018 ഒക്ടോബർ 3 മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിന് പറഞ്ഞ ഒരു 4 വാചകം താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകും. അദ്ദേഹം പറഞ്ഞതിലെ രത്ന ചുരുക്കമാണ്, സുപ്രീം കോടതി ഒരു നിലപാട് സ്വീകരിച്ചാൽ പിന്നെ അതാണ് നിയമം, അതിനാവശ്യമായ സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു നൽകും. വിശ്വാസികളെല്ലാവരും യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരല്ല. യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കണം എന്നാഗ്രഹിക്കുന്ന വിശ്വാസികളുണ്ട്. യുവതികൾക്ക് പ്രവേശിക്കാനുള്ള അനുമതി സുപ്രീം കോടതി നൽകിയിരിക്കുന്നു. അപ്പോൾ അവർ പോകട്ടെ എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. സർക്കാർ കോടതിയുടെ നിലപാടിനൊപ്പമാണ്, റിവ്യൂ ഹർജി നൽകില്ല. ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാനൊന്ന് താങ്കളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം.